നമസ്കാരം. കൂത്താട്ടുകുള മിഷനിലേക്ക് സ്വാഗതം. കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണ സംവിധാനം നിശ്ചലമാണെന്ന് LDF ആരോപിച്ചു. LDF കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ച് കുത്തിയിരുന്നു. 4 ദിവസമായി ബാറ്ററി ഇല്ലാത്തതുമൂലം ഇന്റർനെറ്റ് സെർവർ പ്രവർത്തിക്കാത്തതിനാൽ നഗരസഭയിലെ ലാപ്ടോപ്പുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇതുമൂലം സർട്ടിഫിക്കറ്റുകൾ നൽകാനോ നികുതി പണവും മറ്റും സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നഗരസഭ ക്രിമിറ്റോറിയം പ്രവർത്തിക്കുന്നില്ല. ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. റോഡ് പണികൾ നിശ്ചലമായെന്നും LDF ആരോപിച്ചു. സണ്ണി കുര്യാക്കോസ്, അംബിക രാജേന്ദ്രൻ, വിജയ ശിവൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കൂത്താട്ടിന് 4 ദിവസമായി കൂത്താട്ടുകുളം നഗരസഭയിൽ ഒരു രൂപത്തിലുള്ള ലാപ്ടോപ്പുകളും വർക്ക് ചെയ്യാതെ കൂത്താട്ടുകുളം നഗരസഭയിലെ ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലാത്തതിൻ്റെ പേരിൽ സെർവർ ഡൗൺ ആയി പോവുകയും 3 ദിവസക്കാലമായി ലാപ്ടോപ്പുകൾ ഒന്നും വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് വാങ്ങാൻ ഡിമാൻഡ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ നഗരസഭയ്ക്ക് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 100 കണക്കിന് ആളുകൾക്ക് ലഭിക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ അത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ നഗരസഭയുടെ ഭരണം കഴിഞ്ഞ 4 ദിവസക്കാലമായി പൂർണ്ണമായിട്ടും നിശ്ചലമായി ഇരിക്കുന്ന ഈ ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലെയും ആളുകൾ മരണപ്പെട്ടു പോയാൽ അവരെ സംസ്കരിക്കുന്ന നമ്മുടെ പൊതുശ്മശാനത്തിൽ പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയം, ആ ക്രിമിറ്റോറിയം നിശ്ചലമായിട്ട് നാളുകളായി. അത് പണിയുന്നതിനോ അത് തുടങ്ങുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഇവിടെ ഇല്ല. ഈ രൂപത്തിലേക്ക് കൂത്താട്ടുകുളം നഗരസഭയുടെ ഈ ഭരണത്തെ, ഈ കൂത്താട്ടുകുളം നഗരസഭയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ നഗരസഭയിൽ UDF കൊണ്ടുവന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിച്ചുകൊണ്ട് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ ഒറ്റുകാരും സ്വതന്ത്ര വേഷം കെട്ടിയിട്ടുള്ള കട്ടപ്പമാരും കൂടി ഈ കൂത്താട്ടുകുളം ഭരണസമിതിയുടെ ഭരണത്തെ അട്ടിമറിച്ചതിലൂടെയാണ് ഇന്ന് കൂത്താട്ടുകുളം നഗരസഭ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 20 കോടിയോളം രൂപയുടെ വർക്കുകൾ എഗ്രിമെന്റ് വെച്ചിട്ട് ആ വർക്കുകൾ ഒന്നുപോലും ഈ ഒക്ടോബർ മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കേണ്ട വർക്കുകൾ ഒന്നുപോലും തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപേക്ഷിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മുറയിനത്തിൽപ്പെട്ടിട്ടുള്ള പോത്തുകിടാങ്ങൾ കൊടുക്കാനുള്ള ആ പ്രൊജക്ട് പാസ്സായി അംഗീകാരം കിട്ടിയിട്ട് അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും കോഴിയും കൂടും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അതൊന്നുപോലും കൊടുക്കാനായി കഴിയുന്നില്ല. അങ്ങനെ നഗരസഭയുടെ ഭരണം 25, 30, 35 ലക്ഷം രൂപയുടെ റോഡ് വർക്കുകൾ എഗ്രിമെന്റ് വെച്ച് കോൺട്രാക്ടറെ ആ വർക്ക് ചെയ്യാനായി വരുമ്പോൾ ആ വർക്ക് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കോൺട്രാക്ടർ മടക്കിവിടുന്നു. ഇവിടെ ഭരണമില്ല എന്ന് പറഞ്ഞ് കോൺട്രാക്ടർമാർ, ഉദ്യോഗസ്ഥന്മാർ മടക്കിവിടുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് കൂത്താട്ടുകുളത്തെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട, നഗരസഭയിൽ നിന്ന് ലഭ്യമാകേണ്ട ഒട്ടനവധി സേവനങ്ങൾ, ആ സേവനങ്ങളെല്ലാം ലഭ്യമാക്കാതിരിക്കുക എന്ന നടപടിയായി സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു അവസാന കാലഘട്ടത്തിൽ നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഗവൺമെൻറ് ഫണ്ടുകൾ അടക്കം പൂർത്തീകരിക്കേണ്ട കാലഘട്ടത്തിൽ പല ന്യായങ്ങളും പറഞ്ഞ് റോഡുകളുടെ പണി ഉൾപ്പെടെ നിലച്ചിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം, നാളുകളായി ക്രിമിറ്റോറിയത്തിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. നഗരസഭയുടെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മറ്റ് നഗരസഭകളെക്കാളും പഞ്ചായത്തുകളെക്കാളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൂത്താട്ടുകുളം നഗരസഭയെ ഏറ്റവും പുറകിലേക്ക് തള്ളിവിടാനായിട്ട് ഇവരുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിരിക്കുന്നു. അനുവദിച്ചിരിക്കുന്ന റോഡുകൾക്കെല്ലാം അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് കോൺട്രാക്ടർമാരും മണ്ണും മിറ്റിലുമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ വന്നപ്പോൾ അവരോട് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് അടുത്തൊരു ഭരണസമിതി വന്നിട്ട് മതി എന്നുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോയാൽ ഇനിയും മഴ വരികയും ഈ വർക്കുകൾ സമയബന്ധിതമായി തീർക്കാൻ പറ്റില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സാധാരണ ജനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനും അതുപോലെ ഫീസ് അടയ്ക്കാനും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾ